നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ടൗണിൽ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ കൊടകര ദേശീയപാതയിൽ മാള ടൗണിലാണ് റോഡിന് സമീപം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമുള്ളത്. അഴീക്കോട് മുനമ്പം പാലം സെഗ്മെന്റ് ബോക്സ് ഗാർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. 216 സെഗ്മെന്റ് ബോക്സ് ഗാർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടത്. ആളൂർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമെന്ന് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. വികസന മുരടിപ്പിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. വാർത്തകൾ വിശദമായി. മാള ടൗണിൽ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ കൊടകര ദേശീയപാതയിൽ മാള ടൗണിലാണ് റോഡിന് സമീപം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമുള്ളത്. മഴയിൽ ഭിത്തി കുതിർന്നും ഓടുകൾ ഇളകി വീഴുന്ന അവസ്ഥയിലുമാണ് കെട്ടിടം നിലകൊള്ളുന്നത്. ഈ കെട്ടിടത്തിന് താഴെ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും വിശ്രമിക്കാറുണ്ട്. പ്രധാന റോഡായതിനാൽ നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കാലപ്പഴക്കമുള്ള അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. തീരദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു. നിലവിൽ 205 പൈലുകളിൽ 195 എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 216 സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടിവരുന്നത്. 40 സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളുടെ നിർമ്മാണം പൂർത്തിയായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സിമന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. ഈ അഴീക്കോട് മുനമ്പം പാലം ഏറ്റവും വേഗത്തിൽ ഇനി പൂർത്തീകരിക്കണം. എൻ്റെ ഉദ്ഘാടനം ഈ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ നടക്കണമെന്നാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എൻ്റെ കോൺട്രാക്ടർമാരും എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഇതിൻ്റെ പില്ലറ് കഴിഞ്ഞ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഉൾപ്പെടെ ഇതിന് വേണ്ടതില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറ്റാൻ കഴിയും. 110 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ 1200 മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ET ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം, ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, വാർഡ് മെമ്പർ പ്രസീന റാഫി, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത്, കൺസ്ട്രക്ഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി, മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ മാത്യു, ICUD ഡയറക്ടർ ശ്രീ മുകുന്ദൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ. ആളൂർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം കേരള കോൺഗ്രസ് ലക്ഷ്യമെന്ന് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആളൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ യാതൊരു വികസനവും കഴിഞ്ഞ 9 വർഷമായി പഞ്ചായത്തിൽ നടന്നിട്ടില്ല. വികസന മുരടിപ്പിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. നമ്മളുമായി സ്നേഹബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ടയാളുകൾ അവരെയൊക്കെ നമ്മൾ ഇന്നത്തെ ഈ സംഗമത്തിലേക്ക്, ഈ സ്നേഹസംഗമത്തിലേക്ക്, ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ കുടുംബാംഗങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വലിയ സ്നേഹമുള്ള ഇമ്പമുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ ഇമ്പമുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും വന്നു ചേർന്നിട്ടുള്ളത്. മാനസിക ചിന്തയുടെ ആളുകളാണ്, നന്മയുടെ ആളുകളാണ്. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാനും എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവർക്കും കഴിവിന്റെ പരമാവധിയായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഓരോ മേഖലയിലേക്ക് ഉയർത്തുവാനും ഒക്കെയുള്ള ഒരു വലിയ കൂട്ടായ്മയ്ക്ക് നമ്മൾ രൂപ കൊടുക്കുകയാണ്.
കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തോമസ് ഉണ്ണിയാടൻ. ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ്, ജോബി മംഗലൻ, ജോജോ മാടവന, AK ജോസ്, NK കൊച്ചുവാറു, ജോർജ് കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. മൺമറഞ്ഞുപോയ കേരള കോൺഗ്രസ് നേതാക്കളായ K മോഹൻദാസ്, മുൻ MP വർഗീസ് മാവേലി, ഡേവിസ് ആളൂക്കാരൻ എന്നിവരെ അനുസ്മരിച്ച സമ്മേളനത്തിൽ മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് KA തോമസ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെയും CK കൃഷ്ണൻ മാസ്റ്റർ റീഡിംഗ് റൂമിന്റെയും വാർഷിക പൊതുയോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ പ്രാവശ്യം തന്നെ വായിക്കുന്ന പുസ്തകങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും അതിൽ റീഡിംഗ് റൂമിലേക്ക് എത്തുകയും വായിക്കാൻ ഒരു അവസരം കൂടിയാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളെ നമ്മൾ വായനയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് കൊച്ചുമക്കൾ മുതൽ വലിയവർ വരെ അച്ഛനമ്മമാരെ അറിയാത്ത കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾക്കറിയാം വായന എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം അറിവ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. അത് ആരും മനസ്സിലാകാത്ത കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ആ വായനയുടെ പതിറ്റ് നമ്മുടെ മനസ്സിൽ കോർത്തിണക്കിക്കൊണ്ട് ആഴങ്ങളിലേക്ക് പതിഞ്ഞ ആ മുഖമുദ്രയിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. വായിക്കും തോറും നമുക്ക് വളരാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് വായനശാലയോടൊപ്പം എന്ത് പരിപാടികൾ നടത്തുകയാണെങ്കിൽ അത് ഓരോ എണ്ണി പറയേണ്ടതാണ് നമ്മൾ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. KV രഘു, ജിയോ ജോർജ്, PK രത്നാകരൻ, ജോർജ് നെല്ലിശ്ശേരി, ലിസി സേവ്യർ, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിയ വിദ്യാർത്ഥിയെ ആദരിച്ചു. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മത്സര വിജയികൾക്ക് അനുമോദനം, പുസ്തക പ്രദർശനം, ലഹരിക്കെതിരെ മാള ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കിറ്റ് എന്നിവ നടന്നു. രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഫോസ്ഫേറ്റ് വളത്തിന് വർദ്ധിപ്പിച്ചത് 150 രൂപയാണ്. അതുപോലെ NPK മിശ്രിത വളങ്ങൾക്ക് വർദ്ധിപ്പിച്ചത് 250 രൂപയാണ്. വളം വാങ്ങുന്നത് കൃഷിക്കാരാണ്. കൃഷിക്കാരെ പറ്റി നമ്മുടെ രാജ്യത്തിലുള്ള സങ്കല്പം ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ വർഷങ്ങളായി അംഗീകരിക്കപ്പെട്ട മുദ്രാവാക്യം. കൃഷിക്കാർ പട്ടാളക്കാരെ പോലെ പരിഗണിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഭരണഘടനയുണ്ടായ കാലം മുതലേ നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, K അരവിന്ദൻ, TK സന്തോഷ്, അസ്മാ ബി ലത്തീഫ്, PA അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് ലഹരി വിരുദ്ധ പ്രചരണ ഗൃഹ സന്ദർശനം സംഘടിപ്പിച്ചു. മാള എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PB ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കേരളത്തിലൊക്കെ അല്ലേ നമ്മൾ ആദ്യമൊക്കെ മദ്യമൊക്കെ ഉണ്ടെങ്കിൽ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഡൽഹി, ബോംബെ അവിടെയൊക്കെയാണ്, ഗോവ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ പോയി ബാംഗ്ലൂരും എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യാ, എറണാകുളം കഴിഞ്ഞു, മാളി കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും അടുത്തത്തെ അല്ലേ നമ്മുടെ അയൽവക്കങ്ങളിലില്ലേ, അത് ഇല്ലേ, എല്ലാവരും ചോദിക്കാറുണ്ട്. അയൽവക്കങ്ങളിലുണ്ട്, പക്ഷെ നമ്മളെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളെ വീട്ടിൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഭയം കൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അല്ലെ. ചെറിയ ഭയം എല്ലാവർക്കും ഉണ്ടോ. നമ്മൾ എത്ര ഉദ്യോഗസ്ഥനായാലും എത്ര ചെറിയ ഉദ്യോഗസ്ഥനായാലും എത്ര കാര്യങ്ങൾ കേട്ടാലും നമ്മുടെ വീട്ടിലുണ്ട് മക്കളും. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. S സോമസുന്ദരം, AK സെലീന, ജോൺസൺ കണ്ണമ്പുഴ, PJ ലിൻസി, KO ഡേവിസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ടൗണിൽ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ കൊടകര ദേശീയപാതയിൽ മാള ടൗണിലാണ് റോഡിന് സമീപം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമുള്ളത്.
അഴീക്കോട് മുനമ്പം പാലം സെഗ്മെന്റ് ബോക്സ് ഗാർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. 216 സെഗ്മെന്റ് ബോക്സ് ഗാർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടത്. ആളൂർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമെന്ന് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. വികസന മുരടിപ്പിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.